ഹായ്, നമുക്കൊരു വീഡിയോ കണ്ടാലോ? ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി. നമുക്കറിയാം, നാം എല്ലാവരും വലിയൊരു ഓട്ടത്തിലാണല്ലേ. നല്ലൊരു ജോലി, വീട്, കാറ്. പക്ഷേ ഇതെല്ലാം തെറ്റായ കാര്യങ്ങളാണെന്നല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്. അതായത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്, നാടോടുമ്പോൾ നടുവേ ഓടുക എന്നൊരു രീതി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതായത് എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഞാനും അത് ചെയ്യുന്നു എന്നുള്ളതായ ഒരു മനോഭാവം. എന്നാൽ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട്, അതായത് ഈ ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ലോകം ശാശ്വതമായ ഒരു ലോകമാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് നമ്മൾ ഇന്ന് ഓടിപ്പിടിക്കുന്ന പല കാര്യങ്ങളും അത് നാളെ ഇല്ലാതാകാം. ഇതൊന്നും നമുക്ക് നിരന്തരമായ ഒരു സമാധാനം തരുവാനായിട്ടൊന്നും പോകുന്നില്ല ഈ ലോകം. ഉള്ളത് പറഞ്ഞാൽ യഥാർത്ഥ സമാധാനം അല്ലെങ്കിൽ റിയൽ പീസ് അത് യേശുക്രിസ്തുവിന് മാത്രമേ നമുക്ക് നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. പലപ്പോഴും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെയാണ് ഓടുന്നത് അല്ലേ. പക്ഷേ അതിനേക്കാൾ എത്ര മനോഹരമാണ് ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഇഷ്ടങ്ങളും പദ്ധതികളുമല്ല അല്ലേ. അതായത് നമ്മുടെ ആഗ്രഹങ്ങളല്ല, മറിച്ച് ക്രിസ്തു നമ്മളിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു അത് ചെയ്യുവാനായിട്ട് നാം ഓരോരുത്തരും തയ്യാറാകണം. കാരണം ഈ ലോകത്തെയും ഇതിലെ മോഹങ്ങളെയും മാത്രം നാം മുറുകെ പിടിച്ചാൽ ഒരു ദിവസം ഈ ആൾക്കൂട്ടത്തോടൊപ്പം നമ്മളും ഒരു ദിവസം നശിച്ചു പോകുന്ന ഒരു ദിനം വരും. നമുക്ക് ലഭിക്കേണ്ട നിത്യജീവൻ നാം നഷ്ടമാക്കും. ബൈബിൾ പറയുന്നത് ലോകം നമുക്ക് നൽകുന്നത് വാടിപ്പോകുന്ന കിരീടങ്ങളാണ്. അതായത് പെട്ടെന്ന് തീർന്നു പോകുന്നതായ സന്തോഷങ്ങളും ആനന്ദങ്ങളും മാത്രം. എന്നാൽ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ലോകത്തിന് വിപരീതമായിട്ടാണെങ്കിലും ഓടുവാൻ നാം തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ തയ്യാറാവുകയാണെങ്കിൽ, ക്രിസ്തു നമുക്ക് നൽകുന്നത് ഒരിക്കലും വാടാത്ത ഒരു കിരീടവും ശാശ്വതമായ ഒരു നിത്യജീവനമാണ്. അതുകൊണ്ട് നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള ഒരു മനോഭാവം മാറ്റി ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നോക്കി നാം ഓടുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായ ഒരു ജീവിതമായി മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും.